സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച തുടങ്ങി. ഡൽഹിയിലെ ചർച്ചയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കേന്ദ്രവുമായുള്ള ചർച്ച പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഡൽഹിയിൽ പ്രതികരിച്ചു. വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ ആമിക്കബിളായിട്ട് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഈ ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം, അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? വലിയ പ്രതീക്ഷയിലാണ് ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിക്കുന്നത് കേട്ടു. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ കേരളം എഴുതി തയ്യാറാക്കിയാണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഗോപികൃഷ്ണൻ, പ്രധാനമായും ഈ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ സ്യൂട്ട് ഹർജി അതിലുന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വരിക. കാരണം ഈ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം അത് കേരളത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യം, മറ്റ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരിക. ഇന്ന് രാവിലെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കിയത് ഇളവുകൾ ആവശ്യപ്പെട്ടല്ല കേരളം ഈ ചർച്ചയുടെ ഭാഗമായി കേന്ദ്രത്തെ സമീപിക്കുന്നത്. പകരം ചില സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ അത് ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നുമാണ് ധനമന്ത്രി പ്രതികരിച്ചത്. എന്തായാലും ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘമായിരിക്കും ഈ ചർച്ചയുടെ ഭാഗമാവുക. ധനമന്ത്രി ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംഘമാണ് ഈ ചർച്ചയുടെ ഭാഗമായി വരുന്നത്. ഈ സാമ്പത്തിക നയത്തിൽ ഇടപെടുന്നതിൽ ചില പരിമിതികൾ ഉണ്ടെന്ന് ധനനയത്തിൽ ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് ബദലായിട്ടാണ് ചർച്ചകളുടെ വഴി സുപ്രീം കോടതി തന്നെ തുറന്നു കൊടുത്തത്. അതിന്റെ ഭാഗമായാണ് ചർച്ചകൾ നടക്കുക. ചർച്ചകളിലെ തീരുമാനം അത് അടുത്ത തവണ തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ മുൻപാകെ അറിയിക്കും. അതനുസരിച്ചായിരിക്കും ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുക. ഗോപികൃഷ്ണൻ. അച്യുതൻ, ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ അക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. 6 മണിക്ക് കേരള ഹൗസിൽ ഈ ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു പക്ഷേ മന്ത്രി അറിയിച്ചേക്കും. അല്ലാത്ത പക്ഷം ചില ചർച്ചയുടെ രഹസ്യ സ്വഭാവമുള്ള ചർച്ചയാണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ നേരിട്ടായിരിക്കും അയക്കുക. എന്തായാലും പൊതുവായി ഉയരുന്ന കാര്യങ്ങൾ, പ്രതീക്ഷയ്ക്ക് ഭാഗം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉറപ്പായും ഈ 6 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. കേരളം പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയെ കാണുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അടങ്ങുന്ന 4-അംഗ സംഘം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ചില ഔദ്യോഗിക തിരക്കുകൾ ഉള്ളത് കാരണം ഈ ചർച്ചയിൽ ഭാഗമാകുന്നില്ല. മറിച്ച് കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ഈ ചർച്ചയിൽ ഉണ്ടാവുക. ചർച്ചയ്ക്ക് ശേഷം 6 മണിക്ക് കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണാം എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നതെന്ന് യൂണിയൻ സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫെഡറൽ ബന്ധത്തെ സഹായകരമാകുന്ന രീതിയിൽ അതിന് യോജിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്നുമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 24നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ആർ അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.